ഹലോ, ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കർക്കിടക മാസത്തിലും മഴക്കാലത്തൊക്കെ ഉണ്ടാക്കാവുന്ന മരുന്ന് കഞ്ഞി ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഇതിലേക്ക് നമ്മൾ പെട്ടിമരുന്നുകൾ വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുക. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ തൊടിയിലും മുറ്റത്തൊക്കെ ഉള്ള ഔഷധ ഗുണങ്ങളുള്ള ഇലകൾ ഉപയോഗിച്ചിട്ടാണ്. അതിലേക്ക് ആവശ്യമായ ഔഷധ ഇലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കിഴാർനെല്ലി ലിവർ സംബന്ധമായ അസുഖങ്ങൾക്ക്, മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്ക്, ദഹനത്തെ സഹായിക്കാൻ, ലിവറിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവും ഉണ്ട്. ഈ കിഴാർനെല്ലി സമൂലം ഇടാം. ഇതിൻ്റെ ഇലയുടെ അടിയിൽ ചെറിയ നെല്ലിക്ക പോലെയുള്ള കായ്കളുണ്ട്. പിന്നെ തൊട്ടാവാടി ശ്വാസം മുട്ടിന്, ചുമക്ക്, കഫത്തിൻ്റെ പ്രശ്നങ്ങൾക്ക്. ഇത് നമുക്ക് വലിയ തൊട്ടാവാടിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇല മാത്രം എടുക്കുക. ചെറുതാണെങ്കിൽ അത് സമൂലം ഇടാം. പിന്നെ അല്ലെങ്കിൽ തിളപ്പിച്ച് വെള്ളം ഒഴിച്ചാലും മതി. മുയൽ ചെവി, കഫം കെട്ട്, ഇടവിട്ടുള്ള പനി, കൃമിശല്യം, ടോൺസിലൈറ്റിസ്, വിരശല്യത്തിന്, മൂലക്കുരു, അലർജി, കുടൽപുണ്ണ്. മുക്കുറ്റി, തലവേദന, കഫം കെട്ട്, അൾസറിന്, ഭക്ഷണത്തിലെ വിഷം ശമിക്കാൻ, പ്രമേഹത്തിന്, കുടൽ രോഗത്തിന്. തഴുതാമ മൂത്രക്കല്ലിന്, നീരിന്, പ്രതിരോധശേഷിക്ക്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക്, ഗർഭിണികൾക്ക് വിറ്റാമിൻ ഉണ്ടാവാൻ, പ്രോസ്റ്റേറ്റ് പ്രശ്നത്തിന്. കറുക ഓർമ്മശക്തിക്ക്, ബുദ്ധിശക്തിക്ക്. 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 11 ഗ്ലാസ് വെള്ളം, ഈ വലിയ കപ്പിൽ 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ 3 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇടുക. അതിലേക്ക് 2 ഗ്ലാസ് അരി കഴുകിയത് ഇടുക. കുക്കർ മൂടി വെച്ച് നമുക്കിത് ഒരു വിസിൽ വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. അത് കുക്കറിലിരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇടാം. തഴുതാമ തണ്ടെടുക്കരുത്, ഇല മാത്രം കട്ട് ചെയ്തിടുക. ബാക്കിയെല്ലാം സമൂല അരിഞ്ഞിടുക. തൊട്ടാവാടി നമ്മൾ മുന്നേ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴുകിയിട്ട് ഇതിലേക്ക് ഇടാം. അരി കുക്കറിൽ വിസിലടിച്ച് കഴിഞ്ഞാൽ ചൂടാറണ വരെ അങ്ങനെ വെക്കണം. ഒരു ഏകദേശം ഒരു വിസിലിൻ്റെ ആ ഒരു ഇത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നാൽ മതി. ആ കുക്കറിൻ്റെ ചൂടിലിരുന്നിട്ട് അത് വെന്തോളും. ഈ ഇലകളിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ ജീരകവും 1 മുറി തേങ്ങയും 2-4 ചുവന്നുള്ളിയും ഇട്ടിട്ട് മുങ്ങാൻ മാത്രം വെള്ളവും ഒഴിച്ച് നന്നായി അരയ്ക്കുക. കുക്കറിൻ്റെ ചൂട് ഒന്ന് മാറി വരുമ്പോൾ അത് തുറന്ന് അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായി പതപ്പിക്കുക. നന്നായി തിളക്കരുത്. തിളക്കുന്നതിന് മുൻപ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു വിധം തിളച്ച് വരുന്നതോട് കൂടിയിട്ട് നമ്മളത് ഓഫാക്കണം. കുക്കർ ഓഫാക്കണം. നന്നായി തിളച്ച് കഴിഞ്ഞാൽ അത് പിരിയും. തേങ്ങ പിരിയുന്നതിന് മുൻപ് നമ്മൾ ഇളക്കി ആവി വരുമ്പോൾ മുളകുമുള പോലെ വരുമ്പോൾ അത് ഓഫാക്കണം. നല്ലോണം പച്ചമരുന്ന് നല്ലോണം കൂട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് ഇത്ര മരുന്ന് ഒഴിക്കണ്ട. കാരണം എല്ലാ ചെടിയിൽ നിന്നും ഓരോന്ന് ഇട്ടാൽ മതി. പിന്നെ അതിന് ശേഷം ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് മരുന്ന് ഒഴിച്ചാൽ മതി. ജീരകപ്പൊടി കുറച്ച് കൂടുതലിട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ മരുന്നിൻ്റെ ഇലയുടെ മണമൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മരുന്ന് കഞ്ഞി റെഡി ആയിട്ടുണ്ട്.